പ്രിയ പെട്ടവരെ. ബാങ്ക് കൊടുക്കലേ കേട്ടോ. ഞാൻ എപ്പോൾ ട്രിപ്പ് പോയി വന്നാലും ഇന്നെക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ജമ്മല്ല, കൊറിയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വന്ന് ഇവിടെ കടപ്പുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെക്കാത്തൊരു സ്പെഷ്യൽ സാധനമാണ് ഇത്. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കണില്ല, അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ചടച്ചിട്ടുണ്ടാവും. കാരണം ഇത് ദുനിയാവിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സാധനമല്ല, എല്ലാ യൂട്യൂബർമാർക്കും കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് കിട്ടി നിങ്ങളൊന്ന് കാണിച്ചു തരാം, അത്രേ എൻ്റെ ദൗത്യമുള്ളൂ. അപ്പോൾ ഇതാണ് സുന. ടാങ് 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 ടാങ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഇത് കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. നല്ല വില കിട്ടുകയാണെങ്കിൽ നമുക്കിത് മറിച്ച് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ 3 മാസത്തോളമായി. പെട്ടെന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ വളർച്ച. എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ നിർഭാഗ്യവശാൽ എൻ്റെ കുറേ വീഡിയോസ് പല ചാനലുകളും എടുത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞ് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി, അപ്പം ആ ഫുണ്ടകളൊന്നും നിൻ്റെ വീഡിയോസ് എടുത്ത് ഇടൂലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വെറുതെ തുടങ്ങിയ ഒരു ചാനലാണ്. ആ ചാനൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ചാനലിന് പൈസ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്. പൈസ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് കൊള്ളാലോ കളി, അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റപ്പാക്കി എടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയത്. പക്ഷെ എന്നാലും എനിക്ക് മടിയാണ്, ഞാൻ ഭയങ്കര മടിയാനാണ്. അപ്പോൾ പൈസ കിട്ടുമ്പോൾ ഹാപ്പി ആവും, പൈസ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടാൻ എനിക്ക് മടിയാണ്. എന്താ അല്ലേ, ഞാനൊരു ഫുണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കണേ വെച്ചാൽ, ഞാനെന്ത് തേങ്ങ പറയണേ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയല്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് കിട്ടിയത് ഒന്നൊന്നും ഞാൻ പറയൊന്നുമില്ല. എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. നിങ്ങളതിലൊരു ഭാഗമായി, അത്രേ ഉള്ളൂ. ഞാനൊരു അഹങ്കാരിയാണ്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, താങ്ക് യു. ഞാൻ നോണ പറഞ്ഞാൽ കേട്ടോ, നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. എൻ്റെ മുടിയൊക്കെ കണ്ടില്ല, എൻ്റെ മുടിയാണേ സത്യം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവൽ എത്തിയത്. പണ്ടൊന്നും ഞാൻ ഈ ചെയിന് പോലും ഇടില്ലായിരുന്നു. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് വാങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ഇതുപോലെ കുറേ ചെയിനുകൾ വാങ്ങി കൗത്തിലിടാൻ പറ്റട്ടെ, കൗത്ത് ഇങ്ങനെ തൂങ്ങട്ടെ. അപ്പോൾ നന്ദി, നമസ്കാരം.